ശ്രീ റോണി കെ ബേബിയിലേക്ക്. സിസ്റ്റത്തിന്റെ പ്രശ്നം എന്നാണ് ആരോഗ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഇതിന്മേൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അച്ചടക്ക നടപടി എടുക്കാനുള്ള ഏകദേശ ധാരണയൊക്കെ ആയതാണ്. പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് ഏറ്റ വലിയ പിന്തുണ ഡോക്ടർക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിനെതിരായിട്ടുള്ള, ആരോഗ്യമന്ത്രിക്കും സർക്കാരിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനവും ഉയർന്നതോടുകൂടി അതിൽ നിന്നൊന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രഹസന നാടകവും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നുള്ള പതിവ് പല്ലവിയും ഒക്കെ അല്ലാതെ മറ്റൊരു നടപടിയിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് മാധ്യമപ്രവർത്തകരോട് മുൻപിൽ വലിയ രീതിയിലുള്ള കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു വിദേശ രാജ്യത്ത് MRI സ്കാനിന് 7 മാസം നിൽക്കണം, നമ്മുടെ അവസ്ഥ അതല്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർ നിരത്തിയ കണക്കുകൾ എങ്ങനെയാണ്? വളരെ ലജ്ജാകരമായും ഖേദകരമായും എനിക്ക് ആ വിദ്യാർത്ഥിയോട് ഇന്ന് സർജറി നടത്താൻ കഴിയില്ല എന്ന് പറയേണ്ടി വന്നു എന്ന് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി ആ പറഞ്ഞ വാക്കുകൾ, മാധ്യമപ്രവർത്തകരോടക്കം ആ പറഞ്ഞ വാക്കുകൾ എങ്ങനെ നമുക്ക് വിലയിരുത്താം? ഇവിടെ ആരോഗ്യമന്ത്രിയാണോ പൊതുസമൂഹത്തോട് കള്ളം പറയുന്നത്, അതോ ആ യൂറോളജി വിഭാഗം ഡോക്ടറോ? കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്നതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ്, ഉദാഹരണമാണ് ഇന്നലെ ഡോക്ടർ ഹാരിസ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുമാണ്. ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ അനുഭാവിയാണ്, അവരുടെ സർവീസ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല. പക്ഷേ ഈ ഡോക്ടർ ഹാരിസ് ഈ പറഞ്ഞ വസ്തുതകൾ ഇത് ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവര് പറയുന്നത് പോലെ സർക്കാർ PR ഏജൻസികളെ വിലക്കെടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളം നമ്പർ 1 ആണ്, കേരളം മാതൃകയാണ്, ഉദാത്ത മാതൃകയാണ്, കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗം ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നതല്ലാതെ കേരളത്തില് ഒന്നും നടക്കുന്നില്ല. കോവിഡ് കാലത്ത് തന്നെ നമ്മൾ കണ്ടു, BBC പോലും സ്വാധീനിച്ചുകൊണ്ട്, കൂലിക്ക് എഴുത്തുകാരെ പണം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ടൊക്കെ വലിയ നേട്ടങ്ങൾ കേരളത്തിൽ കോവിഡ് കാലത്ത് നടക്കുന്നു എന്ന് ഇവരെ എഴുതി പ്രചരിപ്പിച്ചു, PR വർക്ക് നടത്തി. പക്ഷേ കേരളത്തിൽ 27,000 കോവിഡ് മരണങ്ങൾ മൂടി വെച്ചു എന്ന വസ്തുതയാണ് പിന്നീട് പുറത്തു വന്നത്. അതുമാത്രമല്ല, 2 കോവിഡ് കാലത്ത് നഗ്നമായി അഴിമതി നടത്തിയ, തീവെട്ടിക്കൊള്ള നടത്തിയ ആളുകൾ ഈയാം പാറ്റി പോലെ മരിച്ചു വീഴുമ്പോൾ ലോകത്ത് മറ്റൊരിടത്തും കാണത്തില്ല, അതുപോലും അവസരമാക്കി മാറ്റിയ ഒരു ഭരണകൂടം. ഇവർക്ക് എന്ത് സംഭാവനയാണ് കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗത്ത് നൽകുവാനായിട്ടുള്ളത്? ഇന്നലത്തെ തന്നെ ഒരു വാർത്ത, അല്ലെ ഇന്ന് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നൊരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പേവിഷബാധയേറ്റ് 6 വയസ്സുള്ള ഒരു ബാലൻ കൂടി മരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനകം കേരളത്തിൽ 24 പേരാണ് വാക്സിൻ എടുത്ത ആളുകൾ. ഇനി എന്തിനാണ് ഈ വാക്സിൻ എടുക്കുന്നത്? ഈ വാക്സിന്റെ ഗുണനിലവാരം എന്താണ്? ഇവിടെ സർക്കാർ ആരോഗ്യ വകുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ ഉന്നതങ്ങളിൽ വലിയ അഴിമതി കേരളത്തിൽ നടക്കുക.